പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതുവരെയും പ്രൈസ് ദി ലോർഡ് ഏതാണ്ട് 7 മണി മുതൽ പ്രൈസ് ദി ലോർഡ് നമ്മൾ ഗാനങ്ങളൊക്കെയും പ്രൈസ് ദി ലോർഡ് ശ്രവിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ് അതിൻ്റെ ഹല്ലേലൂയ ആത്മീയ ഉണർവിലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ് ഞാനത് അനുഭവിക്കുന്നു. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കുന്നുവെന്ന് ഞാൻ പ്രൈസ് ദി ലോർഡ് കർത്താവിൽ പ്രൈസ് ദി ലോർഡ് വിശ്വസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ് നമുക്ക് തുടർന്ന് പ്രൈസ് ഇതുവരെ നാം ഗാനങ്ങളൊക്കെ ശ്രവിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ് തുടർന്ന് നമുക്ക് ഒരുമിച്ച് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഗാനങ്ങളെ ആലപിക്കുവാനും പ്രൈസ് ദി ലോർഡ് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള അവസരങ്ങളെയാണ്
പ്രൈസിൽ വേർതിരിക്കുവാൻ വേണ്ടി പോകുന്നത്. പ്രൈസിൽ അതിനൊക്കെ നിങ്ങളുടെയൊക്കെ സഹകരണം, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും പ്രൈസിൽ നിങ്ങളുടെയൊക്കെ ആത്മീയ പ്രൈസിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം മറ്റൊന്നുമല്ല. ഇതിനകത്ത് പ്രൈസിൽ ഈ മുറ്റത്ത് പ്രൈസിൽ ഈ ദേശത്തിനകത്ത് പരിശുദ്ധ ആത്മാവിൻ്റെ വലിയ സാന്നിധ്യം, പ്രൈസിലുടെ അഭിഷേകത്തിൻ്റെ വലിയ സാന്നിധ്യം, പ്രൈസിലുടെ ദൈവത്തിൻ്റെ പ്രൈസിൽ സ്വർഗം തുറക്കുവാൻ, ദൈവത്തിൻ്റെ അടയാളങ്ങൾ ദേശത്തിനകത്ത് നടക്കുവാൻ, വലിയ അത്ഭുതങ്ങൾ ഇന്ന് രാത്രിയിൽ പ്രൈസിലുടെ ഈ ദേശത്തിനകത്ത് നടക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് തുടർന്നുള്ള സമയങ്ങൾ പ്രൈസിലല്ല ബ്രദർ ലിജുവിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ മൈക്ക് കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസിലല്ല വലിയ ആത്മീയ ഉണർവ് വെളിപ്പെടുവാൻ പ്രൈസൽ കർത്താവിൽ താല്പര്യപ്പെടുന്നു, കർത്താവിൽ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കരങ്ങൾ ഉയർത്തി എല്ലാവരും ഹല്ലേലൂയ പറയാമോ? ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാമോ? ഒരു നിമിഷം. അതായത് സാന്നിധ്യം കുറച്ച് ഫ്രണ്ടിലോട്ട് കയറി നിൽക്കാമോ? അനേക സ്ഥലങ്ങളുണ്ട് ഇവിടെ കിടക്കുന്നു. ഫ്രണ്ടിലോട്ട് കയറി നിൽക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? ഒരു കൂടി കാര്യങ്ങൾ എടുത്തി ഹല്ലേലൂയ പറയാമോ? ആർക്കെന്തോ ഒരു സന്തോഷമില്ലാത്ത ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറയാമോ? ആമേൻ. Thank you.
ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. സന്തോഷത്തോടൊന്ന് പറയാമോ? നമ്മളെ ഓർക്കുന്നൊരു ദൈവം, നമ്മളെ മാനിക്കുന്നൊരു ദൈവം, നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവം, നമ്മളെ കാണുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. കഴിഞ്ഞ പൽക്കാലം എല്ലാം നമുക്ക് വന്നു പോയ ആപത്ത് അനർത്ഥങ്ങൾ ഓർത്താൽ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയില്ല. ആമേ. നമ്മളെ കഴിഞ്ഞ നമ്മൾ ഈ കൺവെൻഷൻ ഇങ്ങോട്ട് വരുന്ന ഒരു സമയം ഒന്ന് ഓർത്താൽ നമുക്ക് ദൈവത്തെ പറ്റത്തില്ല, പാടി മഹത്വപ്പെടുത്തുവാൻ കഴിയുകയില്ല. കാരണം അനേക ആപത്തുകൾ അനർത്ഥങ്ങളാണ് നമ്മുടെ കൺമുമ്പിൽ കൂടെ എന്ത് ചെയ്യുന്നത് കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അവിടെ ഏനാത്ത് എന്ന് പറഞ്ഞ പ്രദേശത്ത് 2 കുഞ്ഞുങ്ങൾ മാറ്റപ്പെടുവാൻ ഇടയായിട്ടുണ്ട്. അന്നേരം കൺമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന ആ നല്ല ദൈവത്തിന് എത്ര സ്തുതിച്ചാൽ എത്ര നന്ദി പറഞ്ഞാൽ മതി വരും എന്ന് നമുക്ക് എന്ത് ചെയ്യില്ല, അറിയില്ല. അതാണ് പറയുന്നത്, ഓർത്തിടുമ്പോ അത്ഭുതമേ സ്തോത്രമല്ല വേറൊന്നുമില്ലേ. ഓർത്തിടുമ്പോൾ എത്ര സ്തുതിച്ചാലും മതി വരാത്ത സ്നേഹമാണ് ദൈവം നമ്മളോട്. അതാണ് ഈ പാട്ടുകാരൻ പറഞ്ഞത്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ആരെ സേവിക്കും? യഹോവയെ സേവിക്കും. ആ ദൈവത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ രാത്രി ഇവിടെ പാടി മഹത്വപ്പെടുത്തുവാൻ, സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ കടന്നു വന്നിരിക്കുന്നു. ആ സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറയാമോ? സന്തോഷത്തോടെ ഹല്ലേലൂയ പറയാമോ? നമ്മളിനി പാട്ടുകളൊക്കെ പാടി ഇനി ആരാധിക്കാൻ പോവുകയാണ്. ഈ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് കയറിയിരിക്കുമ്പോൾ ഇനി ആണ്ടെ കുറേലൊക്കെ നിൽക്കുന്ന ആൾക്കാർ ഫ്രണ്ടിലോട്ട് കയറി നിൽക്കുമ്പോൾ കൂട്ടുകാരിൽ പരമായിട്ടെന്നെ പറ്റുന്ന കൂട്ടുകാരിൽ പരമായിട്ടെന്നെ പറ്റുന്ന നല്ല പെറ്റമ്മേ നല്ല പെറ്റമ്മേ കരങ്ങളടിച്ച് ഈ പാട്ട് നമ്മൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ Thank you.
ഹല്ലേലൂയ. സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ക്രിസ്തീയ ജീവിതം ഭാഗ്യമാണെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു ആ ക്രിസ്തീയ ജീവിതം ഭാഗ്യമാണെന്ന്? ആ ഭാഗ്യം എന്നുള്ളവര് സന്തോഷത്തോടെ ഹല്ലേലൂയ പറയാം. എത്ര പേര് മഹത്വം ആ ദൈവത്തിന് വേണ്ടിയുള്ള മഹത്വം എത്ര പേരുണ്ടെന്ന് ഞാൻ ഒന്ന് കാണട്ടെ. ഹല്ലേലൂയ പറയാമോ? ആമേൻ. ആമേൻ. ദൈവം ചെയ്യുന്ന സകല ഉപകാരങ്ങൾക്കും നമ്മൾ എന്തുണ്ടാവും? നന്ദി ഉള്ളവരായിരിക്കണം. അത് ഇന്ന് മാത്രമല്ല, എന്നും 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 ആ ദൈവത്തെയാണ് നമ്മളെ പാടി മഹത്വപ്പെടുത്തുവാൻ ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കൊരു പാട്ടും കൂടെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മൾ പോവുകയാണ്.
ഹല്ലേലൂയ. നമ്മളിനി ശുശ്രൂഷയിലേക്ക് ഇനി കടക്കാൻ പോവുകയാണ്. ദൈവം വൻ കാര്യങ്ങൾ ഈ ദേശത്ത് ചെയ്യുവാൻ ഒരുങ്ങാൻ പോവുകയാണ്. ആ വാഞ്ചയോടെ എല്ലാവരും ഈ ദൈവസന്നിധിയിൽ എന്താ ആയിരിക്കണം. അങ്ങനെ വാഞ്ചയോടായിരിക്കുന്നവർ കാര്യങ്ങളോട് ആമേ. ദൈവം നിങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മറുപടി നൽകുവാൻ വാഞ്ചയോടായിരിക്കുന്നു. എന്റെ പ്രശ്നത്തിന് എന്റെ അപ്പുറത്തിരിക്കുന്നതല്ല, എന്റെ ഇപ്പുറത്തിരിക്കുന്നതല്ല, എന്റെ പ്രശ്നത്തിന് പരിഹാരം തരുവാൻ സന്തോഷമുള്ളവർ എത്ര പേരും മറുപടി നൽകുവാൻ. അവിടെയാണ് നമ്മൾ ദൈവത്തെ ബോധ്യപ്പെടുത്തുവാൻ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ സമയങ്ങൾ ഒരുപാട് കടന്നു പോകുന്നു. ഇനി നമ്മൾ ശുശ്രൂഷയിലേക്ക് ഇനി കടക്കാൻ പോവുകയാണ്. കർത്തൃദാസനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഇരിക്കാം. ഒരു
ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചോട്ടെ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ സന്തോഷത്തോടെ ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രികാലം ഇങ്ങനൊരു മീറ്റിംഗ് ഇവിടെ കൂടുവാൻ ദൈവം ഒരുക്കിയ നല്ല കൃപയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞങ്ങൾക്ക് ഇവിടെ ആയിരിക്കുന്ന ജനങ്ങൾക്ക്, ഹല്ലേലൂയ, മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക്, പിതാക്കന്മാർക്ക് ഞങ്ങളെ മുൻ പരിചയം കാണുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ഞങ്ങൾ കഴിഞ്ഞ മാസം ഇതേ സമയം ഞങ്ങൾ ഇതുപോലെ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വരുവാൻ ടീമായിട്ട് വരും. ഇവിടെ ദൈവത്തെ ആരാധിപ്പാൻ ഒരു ഭാഗ്യം തന്നു. അത് മുഖാന്തരം ഇന്നും ഹല്ലേലൂയ നമ്മുടെ ദൈവം ജീവിക്കുന്നുകൊണ്ട് ഇന്നും ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ദൈവത്തെ ഘോഷിപ്പാൻ നല്ലൊരു അവസരം ഒരുക്കി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സന്തോഷത്തോടെ കാര്യങ്ങൾ ദൈവം സ്തുതിക്കാമോ? ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുന്ന വിശ്വാസം ഉള്ളവർ ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. ഞാൻ മുന്നേ ഒരു കാര്യം പറയാം. ഹല്ലേലൂയ. നമ്മളെല്ലാം നമ്മുടെ ഭവന അങ്കണം വിട്ട് ഈ ഹോളിൽ നമ്മുടെ ഈ പരിസരത്ത് നമ്മൾ വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാനും എൻ്റെ ഭവനം വിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ ഭവനത്തിലായിരിക്കുമ്പോൾ എനിക്ക് ചിന്തകൾ ഒത്തിരി ഉണ്ട്, എനിക്ക് ഭാരമുണ്ട്, പ്രയാസമുണ്ട്, കഷ്ടതയുണ്ട്, കണ്ണുനീരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതെൻ്റെ ഭവനത്തിൽ അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ മാത്രമാണ്. ഹല്ലേലൂയ. ഞാൻ ഇവിടെ കയറി വന്നപ്പോഴും ഹല്ലേലൂയ എൻ്റെ ഭാരത്തോടാണ് വന്നത്, പ്രയാസത്തോടാണ് വന്നത്. ഹല്ലേലൂയ. എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ മുന്നോട്ടുള്ള ഭാവി ജീവിതം എന്താകുമെന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടാണ് ഇവിടെ കയറി വന്നത്. പക്ഷേ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അതൊക്കെ മറന്നിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിങ്ങൾ കടന്നു വന്ന എല്ലാ മാതാപിതാക്കളും, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പിതാക്കന്മാര്, മാതാക്കന്മാര്, കുഞ്ഞുങ്ങളെല്ലാവരും അങ്ങനെയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നു. നിങ്ങൾ ഭാരമുണ്ട്, പ്രയാസമുണ്ട്, എങ്കിലും അല്പസമയം ഹല്ലേലൂയ ആ ഭാരത്തെ മാറ്റിവെച്ച്, ഹല്ലേലൂയ നിങ്ങൾ ചിന്തകളെ മാറ്റിവെച്ച്, ഹല്ലേലൂയ കർത്താവ് എനിക്ക് വേണ്ടി വൻ കാര്യം ചെയ്യുമെന്ന് ഉറപ്പുള്ളവർ മാത്രം ഹല്ലേലൂയ അല്പസമയം ഹല്ലേലൂയ ദൈവത്തിന് മുമ്പിലായിരിക്കുമ്പോൾ ആ ചിന്തഗതികളെല്ലാം മാറ്റിവെച്ചിട്ട് എൻ്റെ കുഞ്ഞിന്റെ ഭാവിയാണോ, ഹല്ലേലൂയ എൻ്റെ ജോലി കാര്യമാണോ, ഹല്ലേലൂയ എൻ്റെ വിവാഹ കാര്യമാണോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് അല്പസമയം അപ്പ എന്ന് വിളിക്കുന്നവരാരുണ്ടോ ഹല്ലേലൂയ അവരുടെ നടുവിൽ കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി വരും. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. ഹല്ലേലൂയ. മുമ്പേ ഹല്ലേലൂയ നിഖിൽ ദേവദാസ് ഇങ്ങനെ പറഞ്ഞു, കാനാവിലെ കല്യാണത്തിന് ഹല്ലേലൂയ വീഞ്ഞ് പോരാതെ വന്നപ്പോൾ ഹല്ലേലൂയ കർത്താവ് അവിടെ അത്ഭുതം ചെയ്തു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ പോരായ്മകളെ നികത്തുന്ന ഒരു കർത്താവ് നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പോരായ്മകൾ ഹല്ലേലൂയ എൻ്റെ ശൂന്യാവസ്ഥകൾ അതിന്റെ നടുക്ക് ഹല്ലേലൂയ എൻ്റെ നടുവിൽ എൻ്റെ അപ്പൻ ഇറങ്ങി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. മുഖവരപ്പഴഞ്ഞ് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ പുറവിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവം ഈ കാലഘട്ടങ്ങൾ ഉപയോഗിക്കുന്ന ഹല്ലേലൂയ തന്റെ ദാസൻ എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് ഹല്ലേലൂയ മൈക്ക് കൈമാറണം. ഹല്ലേലൂയ. എന്നെ ഏൽപ്പിച്ച ദൗത്യം പെട്ടെന്ന് ഞാൻ പറഞ്ഞ് ഏൽപ്പന ആഗ്രഹിക്കുന്നു. ഞങ്ങളെ ഹല്ലേലൂയ ഞങ്ങളുടെ CG മിനിസ്ട്രി എന്ന് പറയുന്ന ഞങ്ങളുടെ ചെറിയൊരു കൂട്ടം ഹല്ലേലൂയ ദൈവം ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞ ആലോചനയിൽ ഹല്ലേലൂയ ഞങ്ങൾ കഴിഞ്ഞ വർഷം തൊട്ട് ഹല്ലേലൂയ നാളുകൾക്ക് മുമ്പേ കർത്താവ് ഞങ്ങൾ പറഞ്ഞ ആ ഒരു സന്ദേശം മുഖാതിനെ ഹല്ലേലൂയ ഞങ്ങൾ ഇറങ്ങുവത്തക്കണം ഇടയായി തീർന്നു. ഹല്ലേലൂയ ദേശങ്ങളിൽ ഹല്ലേലൂയ ഞങ്ങൾ പട്ടണത്തോറും ഹല്ലേലൂയ ഞങ്ങൾ ഹല്ലേലൂയ അങ്ങനെ പലയിടങ്ങളിൽ ദൈവം അയക്കുന്ന പലയിടങ്ങളിൽ പോയിട്ട് പരിശോധനകൾക്കായാലും ഹല്ലേലൂയ അതുപോലെ മിനി കൺവെൻഷനുകളായാലും പോയി ദൈവത്തെ അവിടെ ഘോഷിപ്പാൻ ഞങ്ങൾക്ക് അവസരം ഒരുക്കി ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതിനെ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഒരു ലജ്ജയില്ല, ഞങ്ങൾക്ക് ദൈവത്തെ ഘോഷിപ്പാൻ ഞങ്ങൾക്ക് ഒരു മടിയില്ല. ഞങ്ങൾ ദൈവത്തെ ഘോഷിപ്പാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹല്ലേലൂയ ഉലകത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ നമ്മുടെ ആര് സ്നേഹിച്ചില്ലെങ്കിലും ഉലകത്തിൽ ഞങ്ങൾ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിനെയാണ് ഞങ്ങൾ സ്നേഹിക്കുന്നത്, ആ പാടുന്നത്, അല്ലെങ്കിൽ അവൾ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ലജ്ജയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങൾ മൊത്തം ചെറുപ്പക്കാരാണ്. ഹല്ലേലൂയ. എന്നെക്കാളും മുതിർന്നവർ എൻ്റെ മുമ്പിൽ അല്ല എൻ്റെ പിറകിൽ ഇരിപ്പുണ്ട്. പക്ഷേ ചിലപ്പോൾ ഞങ്ങൾ എന്താ സംസാരിക്കുന്നത്, ഇവന്മാരെന്താണ് സംസാരിക്കുന്നത്, പൊട്ടനെ പോലെ സംസാരിക്കുകയാണല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കാതിരിക്കാം. പക്ഷേ ബൈബിൾ പറയുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾ പൊട്ടനെ പോലെ സംസാരിച്ചാൽ മതി, അവിടെ കാര്യം നടത്തുന്ന കർത്താവാണ്. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പൊട്ടനെ പോലെ പറയും. വിശ്വസിക്കുന്നവർ അത് ഏറ്റെടുത്താൽ അവർക്ക് വിടുതൽ ഉറപ്പാണ്. ഹല്ലേലൂയ. വിടുതൽ അവർ ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ ഈ സമയം ഹല്ലേലൂയ കർത്താവിന്റെ മുമ്പിൽ ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ ഒത്തിരി മുഖവരപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ആദ്യമേ തന്നെ ഹല്ലേലൂയ ഈ പ്രാർത്ഥനത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഈ വൈല ചർച്ചിലെ മാങ്കൂട്ടം ചർച്ചിലെ ഷാരോൺ ചർച്ചിലെ ബ്രദർ സനിൽ ദേവദാസിനെ ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് ക്ഷണിക്കുന്നു. ദൈവം ഒന്ന് പ്രാർത്ഥിക്കാമോ? നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം.
മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ല നിമിഷത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. അങ്ങയുടെ മുഖത്തേക്ക് ഒരു പ്രാവശ്യം കൂടി നോക്കുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല വിലപ്പെട്ട അവസരത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. കർത്താവ്, ഇങ്ങനെ ടീം ഇവിടെ കടന്നു വന്ന കർത്താവേ, ദേശത്തോട് കർത്താവെ അങ്ങയുടെ മഹത്വമില്ലാത്ത വചനം ശുശ്രൂഷിപ്പാൻ എൻ്റെ ദാസന്മാരെ ഇവിടെ ഒരുക്കുന്ന കൃപയ്ക്ക് ആസ്വാദനം ചെയ്ത് കർത്താവേ. കർത്താവ്, നല്ല പാട്ടുകളൊക്കെ ദൈവം അതിന് ആസ്വാദനം ചെയ്ത് കർത്താവേ. അത് ശുശ്രൂഷിയല്ലാതെ ദാസന്മാരെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ്. അനുഗ്രഹിക്കുന്ന ആസ്വാദനം ചെയ്ത് കർത്താവേ. തുടർന്ന് നടക്കുന്ന കർത്താവേ, കർത്താവ് വചനഘോഷണങ്ങൾ ഈ ദേശത്തിനൊരു അനുഗ്രഹമായി തീരുവാൻ കർത്താവ്, ഇവിടെ കടന്നു വന്നിരിക്കുന്നവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന മക്കളെയെല്ലാം ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനേകം കർത്താവ് പാപികൾ മാനസാന്തരപ്പെടുവാൻ ഇന്ന് കർത്താവ് രാത്രി ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ കൂട്ടായ്മ ഒരു അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളുടെ മേലും ദൈവ സാന്നിധ്യം പകരുകൾ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ. മുഴുമകത്വം ഞങ്ങൾ കർത്താവിൽ അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്വതന്ത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. താങ്ക്സ് ബ്രദർ. ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത ദൈവദാസിനെ ഓർത്ത് സ്തുതിക്കുന്നു. നാളുകളിൽ ശക്തമായി ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ, തൻ്റെ കുടുംബത്തിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാത്രികാലം ഹല്ലേലൂയ എനിക്കൊന്നും പറയാനുണ്ട്. ഹല്ലേലൂയ, നമ്മളാരും ശ്രേഷ്ഠതല്ല. ഹല്ലേലൂയ, നമ്മളാരും പുഴുവാനൊന്നുമില്ല. ഹല്ലേലൂയ, നമ്മളെല്ലാം മേഴകളാണ്. പക്ഷേ നമ്മളെ പുലർത്തുന്നത്, നമ്മളെ വഴി നടത്തുന്നത് നമ്മുടെ പിതാവാണ്. ഹല്ലേലൂയ, ആ കർത്താവാണ്. ഹല്ലേലൂയ, നമ്മൾ ഭാരം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, കണ്ണീര് വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ, ഹല്ലേലൂയ, ഞാനിങ്ങനെ വന്നപ്പോൾ പ്രിയ ജീവൻ ബ്രദർ ഇങ്ങനെ പാടുമെന്നൊക്കെ ഉണ്ടായി തീർന്നു. കണ്ണീര് വീണാലും ഹല്ലേലൂയ ഒപ്പിയെടുക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ, നമ്മുടെ തുരുത്തി നിറയുമ്പോൾ ഒപ്പിയെടുക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ, ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ കാണത്തില്ല, നമ്മുടെ സഹോദരങ്ങൾ കാണത്തില്ല, ആരൊക്കെ കൂടെ കാണുമെന്ന് പറഞ്ഞവരാരും നമ്മുടെ മുമ്പിൽ ആരും കാണത്തില്ല. പക്ഷെ നീ കരയുമ്പോൾ നിന്റെ ശൂന്യാവസ്ഥയിൽ ഇറങ്ങി വരുന്ന സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ, നീ ഏത് അവസ്ഥയിലാണോ ഇരിക്കുന്നത്, ഹല്ലേലൂയ, ആ അവസ്ഥയിൽ ഇറങ്ങി വരുന്ന കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ, എന്ന് ഇവിടെ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു സന്തോഷത്തോടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹല്ലേലൂയ, കഴിഞ്ഞ വർഷം ഇവിടെ വന്നപ്പോൾ എൻ്റെ സാക്ഷി ഇവിടെ പറഞ്ഞതാണ്. ഹല്ലേലൂയ, അപ്പോൾ തന്നെ ഹല്ലേലൂയ, അങ്ങനെങ്കിൽ ഈ ഒരു നിമിഷം വരെ ഹല്ലേലൂയ എൻ്റെ അപ്പൻ എന്നെ പുലർത്തിയ ആ കൃപയ്ക്ക് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആ നല്ല നടപ്പിനായി ഹല്ലേലൂയ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നോളം ഹല്ലേലൂയ എന്നിങ്ങനെ ഇവിടെ ഹല്ലേലൂയ ദൈവത്തിന് മുമ്പിൽ ഘോഷിപ്പാൻ ഹല്ലേലൂയ ഹല്ലേലൂയ എന്നെയും ദൈവം ഒരുക്കി, അങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഹല്ലേലൂയ ദൈവദാസനെയും ഹല്ലേലൂയ ഈ ഭവനത്തിലെ ആയിരിക്കുന്ന മാതാവിനെയും എല്ലാവരും ഞാൻ ഓർത്ത് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഒരു നിമിഷം എല്ലാവരുടെ കണ്ണടയ്ക്കാമോ? ഒരു നിമിഷം നിങ്ങളുടെ ഇവിടുത്തെ ഒരു നിമിഷം എല്ലാവരുടെ കണ്ണടയ്ക്കാമോ? ഹല്ലേലൂയ, നിങ്ങളുടെ ഭാരം അറിയുമ്പോൾ, പ്രയാസം അറിയുമ്പോൾ ഇറങ്ങി വരുന്ന കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ, നിങ്ങൾ എന്നെ നോക്കണ്ട. ഹല്ലേലൂയ, എന്നെ മുൻ പരിചയം കാണുന്ന അനേകരുണ്ടായിരിക്കും, പക്ഷേ എന്നെ നോക്കണ്ട. ഹല്ലേലൂയ, വന്ന കർത്താവിന്റെ സാന്നിധ്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ചിലപ്പോൾ ഞാൻ ഒരു പോർഷനായിട്ട് സംസാരിക്കും, ചിലപ്പോൾ എൻ്റെ വാക്കുകൾ ചിലപ്പോൾ തെറ്റുകൾ പറ്റുമായിരിക്കും, പക്ഷേ നിങ്ങൾ ഭാരം അറിയുന്ന ഒരു കർത്താവിന് മുമ്പിൽ നിങ്ങൾ വന്നിരിക്കുമ്പോൾ അപ്പനോട് മാത്രം നിങ്ങൾ സംസാരിച്ചാൽ മതി. എൻ്റെ വാക്കോ അല്ലെങ്കിൽ എന്നെയോ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ആ കർത്താവിന് മുമ്പിൽ മാത്രം നോക്കി ഒരു നിമിഷം കണ്ണടയ്ക്കാമോ? ഹല്ലേലൂയ, 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 ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നേരിടും വേളയിൽ ആ നാഥന്റെ സ്നേഹം ഭാരങ്ങളേറിടുമ്പോ താങ്ങിടും നാഥൻ. നേരിടും വേളയിൽ ആ നാഥന്റെ സ്നേഹം ഭാരങ്ങളേറിടുമ്പോ താങ്ങിടും നാഥൻ. നാദാ 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 നാദാ, നേരിടും വേളയിൽ ആ നാഥന്റെ സ്നേഹം ഭാരങ്ങളേറിടുമ്പോൾ താങ്ങിടും നാഥൻ. നേരിടും വേളയിൽ ആ നാഥന്റെ സ്നേഹം ഭാരങ്ങളേറിടുമ്പോൾ താങ്ങിടും നാഥൻ. തകർന്നു പോയ എന്നെ കൈവിടാതെ നാഥൻ, തളർന്നു പോവാതെ ആ മാർവിൽ ചേർത്തിടും. തകർന്നു പോയ എന്നെ കൈവിടാതെ നാഥൻ, തളർന്നു പോവാതെ ആ മാർവിൽ ചേർത്തിടും. ഈ ലോകം എന്നെ ദുഷിച്ചിടിലും, ഈ ലോകം എന്നെ പഴിച്ചിടിലും, ഈ ലോകം എന്നെ ദുഷിച്ചിടിലും, ഈ ലോകം എന്നെ പഴിച്ചിടിലും,
നിൻ കൃപ മതിയേ, നിൻ കൃപ മതിയേ നാദാ 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 നാദാ. നീരിടും വേളയിൽ ആ നാഥന്റെ സ്നേഹം ഭാരങ്ങളേറിടുമ്പോ താങ്ങിടും നാഥൻ. അൻപുള്ള ദൈവം, നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ രാത്രിയുള്ള ദൈവമേ, അങ്ങയുടെ മുമ്പിൽ ആരിപ്പ് തന്ന നല്ല കൃപയെ സ്തുതിക്കുന്ന അപ്പ നാഥ, ദൈവങ്ങൾ പാടിയതുപോലെ അപ്പ നീരിടും വേളയിൽ ഹല്ലുയ ആ കർത്താവിന്റെ സ്ഥാനത്ത് ഇറങ്ങി വരുമാറാകണമേ എന്നിട്ട് പ്രാർത്ഥിക്കുന്ന നാഥ. ദൈവം അല്പസമയം അങ്ങയുടെ മുമ്പിൽ ആയിരിക്കട്ടെ, വചനം മാനിക്കുന്ന തന്റെ ദേവസ്വനെ അനുഗ്രഹിക്കുമാറാകണമേ, നീ കാത്തു പരിപാലിക്കുമാറാകണമേ. ദൈവം ഞങ്ങൾക്ക് തരുന്ന നല്ല ആലോചനയിൽ ദൈവം ഞങ്ങൾ അത് കർത്താവ് കൈക്കൊള്ളുവാനും ദൈവം ഞങ്ങൾക്ക് വേണ്ടി നല്ല ആഹാരങ്ങളെ ഹല്ലുയ ദൈവം പറഞ്ഞു തരുവാൻ ദൈവം ഞങ്ങൾക്ക് അത് അനുഗ്രഹം പ്രായപ്പെട്ട് ഒരുക്കുമാറാകണമേ എന്നിട്ട് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥന കേൾക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ക്ഷണിക്കപ്പെട്ട കർത്താവ് ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ശക്തമായി ഉപയോഗിക്കുന്ന പാസ്റ്റർ ഫെമിന റേജി ഓർത്തി സ്തുതിക്കുന്നു. നമ്മുടെ മുമ്പിൽ തന്റെ ദാസൻ കടന്നു നിന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതിനെ ദൈവത്തെ വചനം ഘോഷിപ്പാനായി തന്റെ ദാസനെ ഞാൻ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. കൈകളടിച്ച് ദൈവത്തെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഒരു നിമിഷം എഴുന്നേറ്റ് എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഒരു നിമിഷം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവദാസിമാരൊക്കെ ഇച്ചിരി മുൻപോട്ടൊന്ന് കയറിയിരിക്കാമോ? ഈ മുൻനിരയിലേക്ക് നിൽക്കുന്ന കുറച്ച് അനുസരിക്കുന്നത് ഏറ്റവും വലിയ യാഗത്തെക്കാൾ അനുഗ്രഹമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും, നിങ്ങളുടെ ഈ പുറയിലിരിക്കുന്നവരൊന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ല, എല്ലാവരും ദൈവദാസന്മാരും ദൈവവേദ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളെല്ലാവരും ചെറുപ്പക്കാരാണ്, ഞങ്ങളെല്ലാവരും യൗവനക്കാരാണ്, പക്ഷേ ഞങ്ങളുടെ മേലൊരു ദൈവിക അഭിഷേകമുണ്ട്. ഞങ്ങളെല്ലാവരും ദൈവദാസന്മാരാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവദാസന്മാരെ മാനിക്കുക, ഹോണർ ചെയ്യുക എന്നുള്ളത് ദൈവമക്കളുടെ ചുമതലയാണ്. അതുകൊണ്ട് എല്ലാവരും നന്ദി കെട്ടായി രണ്ട് കരങ്ങൾ ഉയർത്തി മനസ്സോടെ മാനത്തിൽ തൂങ്ങി മാനുവേലാ ദൈവജാത മനസ്സോടെ ശാപ മാനത്തിൽ തൂങ്ങിയ മാനുവേലാ ദൈവജാ. എല്ലാവരും ചേർന്ന് പാടിക്കേ. നീരത്തി വേദന വരുത്തി വച്ചത് നീജന്മാരല്ലോ, നീരത്തി വേദന വരുത്തി വച്ചത് നീജന്മാരല്ലോ. എന്റെ യേശു ആർക്കും കടക്കാരനല്ല, എന്റെ യേശു ആർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാൻ വേറെ ആരുമില്ല. അവൻ ഈ ലോകത്തിൽ തുല്യം ചൊല്ലാൻ കഴിയാത്ത ഒരു വ്യക്തിയുണ്ടെങ്കിൽ അവൻ ഞാൻ പ്രസംഗിക്കുന്ന, നാം ആരാധിക്കുന്ന, അവൻ അഖില ചരാചരങ്ങളെ സൃഷ്ടിച്ച യേശുവാണെന്ന് വിശ്വസിക്കുന്ന ദൈവജനം അല്പസമയം ആ കരങ്ങൾ ഉയർത്തി ചേർന്ന് പഠിക്കേ. അവനൊപ്പം Come on.
സ്വർഗപിതാവേ, ഞങ്ങൾ ഒരുമിച്ച് നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഈ ദൈവം സംസാരിക്കണം. അടിയനെ ദൈവാത്മാവ് ബലപ്പെടുത്തണം. അസാധാരണമായ ദൈവിക ശബ്ദത്താൽ, ദൈവിക അത്ഭുതങ്ങളാൽ പരിശുദ്ധാത്മാവ് ഈ ജനത്തെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വന്നതുപോലെയല്ല, ഇരട്ടി പങ്കോടുകൂടി തിരിച്ചു പോകേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവ് അവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടവൻ കൃപകൾ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരും ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. സിജി മിനിസ്ട്രീസിന്റെ ഈ അനുഗ്രഹിക്കപ്പെട്ട ഏകദിന സുവിശേഷ യോഗത്തിൽ ഈ ദേശത്തെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ പരിശുദ്ധാത്മാവ് എനിക്ക് സഹായിച്ച നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശബ്ദസീമയ്ക്കുള്ളിൽ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരിൽ നല്ലവരായ നാട്ടുനിവാസികൾ, അപ്പോൾ തന്നെ ദൈവവചന കേൾവിക്കായി ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ ദാസന്മാർ, പ്രത്യേകാൽ ആമേൻ കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ വളരെ ശക്തമായി അധ്വാനിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസന്മാർ, ആമേൻ ഇവിടുത്തെ ഷാരോൺ ചർച്ചിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വർഗീസ് അവറുകൾ, അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. മറ്റ് എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനവും ഈ മീറ്റിംഗിലേക്ക് നിങ്ങളെല്ലാവരെയും ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഇതൊരു മിനി കൺവെൻഷനാണ്, മുറ്റത്ത് കൺവെൻഷനാണ്. ആമേൻ. അതിൻ്റെതാകുന്ന പോരായ്മകളൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും യൗവനക്കാരാണ്. ഞാൻ 13 വർഷമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഞങ്ങളുടെ വേലയുടെയും ഞങ്ങൾക്ക് മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ മാറ്റിവെച്ച് ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ പല സ്ഥലത്തായിട്ട് നടത്തുകയാണ്. അപ്പോൾ അതിൻ്റെതാകുന്ന പോരായ്മകളൊക്കെ ഈ മീറ്റിങ്ങിനുണ്ടാകും. ആമേൻ. ദൈവത്തിന്റെ ദാസം, ഇതൊരു കൺവെൻഷൻ സീസൺ ആയതുകൊണ്ട് എല്ലാവരും ഒത്തിരി കൺവെൻഷനുകൾക്ക് പോയി അതിൻ്റെ എല്ലാം എക്സ്പീരിയൻസ് ഇങ്ങനെ തലയിൽ വെച്ചിരിക്കുകയാണ്. അയ്യോ, ഞങ്ങളവിടെ കൺവെൻഷൻ വെച്ചപ്പോൾ ഇങ്ങനെയല്ലായിരുന്നു, ഞങ്ങളുടെ അവിടുത്തെ മീറ്റിംഗ് ഇങ്ങനെയല്ലായിരുന്നു. അപ്പോൾ ഈ എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾ ദയവേത് ഇവിടെ ഇരിക്കരുത്. ഇന്ന് രാത്രിയിൽ ഈ മീറ്റിങ്ങിലൂടെ ദൈവം നിങ്ങളോട് എന്ത് സംസാരിക്കുന്നു, ആമേൻ, എന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് മാത്രം നോക്കുക. ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശു ഇതിനകത്ത് വന്നിട്ടുണ്ട്. ബൈബിൾ പഠിപ്പിക്കുന്നു, ആമേൻ, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ എൻ്റെ ആമേൻ സാന്നിധ്യം ഉണ്ടാകും, ഉണ്ടായേക്കാം എന്നൊന്നുമല്ല, മറിച്ച് പറഞ്ഞിരിക്കുന്നു ഞാൻ അവിടെ ഉണ്ട്. ഇന്ന് രാത്രിയിൽ യേശു ഇതിനകത്ത് വന്നിട്ടുണ്ട്. കമോൺ, ആമേൻ. ഞാൻ യേശു വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ടുണ്ടെന്നല്ല, ഇവിടെ ഒരു സെലിബ്രിറ്റി വന്നിട്ടുണ്ടെന്നല്ല, ഇവിടെ ഏതെങ്കിലും ഒരു സിനിമാ നടൻ വന്നിട്ടുണ്ടെന്നല്ല, മന്ത്രി വന്നിട്ടുണ്ടെന്നല്ല, അവരെക്കാൾ ഉന്നതൻ, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, ആൽഫ, സ്തുതികളുടെ മേൽ വസിക്കുന്നവൻ, ഇരിക്കുന്നവൻ, വരുന്നവൻ, എന്റെ പ്രാണനാഥൻ ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവൻ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ചരിത്രത്തെ തിരുത്തി എഴുതുന്ന ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിലും ഈ കുലശ്ശേരി ഗ്രാമത്തിനകത്ത് എന്റെ യേശു കർത്താവ് വന്നാൽ അവൻ ഇവിടെ അത്ഭുതങ്ങൾ ചെയ്യാതെ, അവൻ ഇവിടെ അതിശയങ്ങൾ ചെയ്യാതെ അവൻ ഇതിനകത്ത് നിന്ന് പോകുകയില്ല. പ്രതീക്ഷിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ കരമടിച്ച് ആ യേശുവിനെ ഒന്ന് സ്വാഗതം ചെയ്താട്ടെ. വെളിപ്പെട്ട് നിൽക്കുന്ന ദൈവസാന്നിധ്യത്തെ അവൻ കരമടിച്ചതിനെ സ്വാഗതം ചെയ്തതും നിങ്ങൾ സ്തോത്രം ചെയ്യുന്നത്, നിങ്ങൾ ആരാധിക്കുന്നത് മനുഷ്യന്റെ മുൻപിലല്ല, വെളിപ്പെട്ട് നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തെയാണ് നിങ്ങൾ ഹോണർ ചെയ്യുന്നത്. വെളിപ്പെട്ട് നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തെയാണ് നിങ്ങൾ ബഹുമാനിക്കുന്നത്. കരമടിച്ച് അവൻ കരമടിച്ച് ദൈവത്തെ ആരാധിച്ചോട്ടെ. നന്നായി കരമടിച്ച് കേൾക്കത്തക്കവണ്ണം അവൻ നിങ്ങളുടെ ശബ്ദമുയരട്ടെ.
ആമേൻ. നിങ്ങളുടെ ശബ്ദം കേൾക്കട്ടെ. ഈ കുലശ്ശേരി പട്ടണം നിങ്ങളുടെ ശബ്ദം കേൾക്കട്ടെ. ഈ കുലശ്ശേരി പട്ടണം നിങ്ങളുടെ ശബ്ദം കേൾക്കട്ടെ. ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചു തുടങ്ങട്ടെ. ഇന്ന് രാത്രി ചില വിടുതലിന്റെ ദിവസമാണ്. ചില രോഗികൾ സൗഖ്യമാകും. ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി സംസാരിക്കും. ഇന്ന് രാത്രി നീ വന്നതുപോലെയല്ല, നിന്റെ ചരിത്രം തിരുത്തി എഴുതുന്ന മീറ്റിംഗ് ആക്കി. ചില കുടുംബങ്ങളെ ദൈവാത്മാവ് തൊടുകയാണ്. ഞാൻ ആത്മാവിൽ കാണുന്നു, നാളുകളായി നിന്റെ ഭവനത്തിനകത്ത് വ്യാപരിച്ചു നിൽക്കുന്ന ഇരുളിന്റെ ആത്മാവിനെ എന്റെ ആത്മാവിന്റെ രാത്രി എഴുതി മാറ്റുകയാണ്. അവൻ നിന്നെ രോഗിയാക്കി നിന്റെ വീട്ടിനകത്ത് കിടക്കുമെന്ന് വിചാരിച്ച് അവൻ നിന്നെ ഒരിക്കലും പുറത്തെടുക്കത്തില്ലെന്ന് പറഞ്ഞ് അവൻ നിന്നെ കളത്തി ഇട്ടിരിക്കുന്ന ചില മേഖലകളെ ഇന്ന് രാത്രി എന്റെ യേശു കർത്താവ് ഇറങ്ങി അവൻ ചില കുടുംബങ്ങളെ പിടിവെക്കുന്ന രാത്രിയാണ്. സ്വീകരിക്കുക, സ്വീകരിക്കുക, സ്വീകരിക്കുക. ദൈവജനം ദൈവത്തെ ആരാധിച്ചു തുടങ്ങട്ടെ. കമോൺ, കമോൺ. അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കണം. ആമേൻ. ഇതൊരു ദിവസത്തെ മീറ്റിംഗേ ഉള്ളൂ. ആമേൻ. അതുകൊണ്ട് നമ്മൾ വളരെ താമസിച്ചാണ് തുടങ്ങിയത്. ദൈവവചനം കേൾക്കുമ്പോൾ ദൈവവചനത്തോട് പ്രതികരിക്കുക. ദൈവവചനത്തോട് പ്രതികരിക്കുക. ആര് പറയുന്നു എന്നുള്ളതല്ല, പറയുന്നത് ദൈവവചനമാണ്. ഞാൻ എല്ലാ സ്റ്റേജിലും പറയാറുണ്ട്, വചനം ദൈവമാണ്. വചനത്തെ സ്വീകരിച്ചാൽ ദൈവത്തെ സ്വീകരിക്കുന്നത് പോലെയാണ്. ആമേൻ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ പറഞ്ഞതാണിത്. വചനത്തെ സ്വീകരിച്ചാൽ ദൈവത്തെ സ്വീകരിക്കുന്നത് പോലെയാണ്. ഒരുവൻ വചനത്തെ റിജക്ട് ചെയ്താൽ ദൈവത്തെ റിജക്ട് ചെയ്യുന്നത് പോലെയാണ്. ഒരുവൻ വചനം സംസാരിക്കുന്നവനെ കളിയാക്കിയാൽ ദൈവത്തെ കളിയാക്കുന്നത് പോലെയാണ്. ആമേൻ. ഒരുവൻ വചനം സംസാരിക്കുന്നവനെ വിമർശിച്ചാൽ ദൈവത്തെ വിമർശിക്കുന്നത് പോലെയാണ്. ഇന്ന് രാത്രിയിൽ നീ വചനത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചാൽ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടുന്നത് പോലെയാണ്. അതുപോലെ തന്നെ വചനം വെളിപ്പെട്ടാൽ ദൈവം വെളിപ്പെടുന്നത് പോലെയാണ്. ദൈവം എവിടെയെങ്കിലും വെളിപ്പെട്ടാൽ അവിടെ അത്ഭുതങ്ങൾ നടക്കും. ദൈവം എവിടെയെങ്കിലും വെളിപ്പെട്ടാൽ അവിടെ മദ്യപാനികൾ സ്വതന്ത്രമാകും. ദൈവം എവിടെയെങ്കിലും വെളിപ്പെട്ടാൽ അവിടെ മാനസാന്തരങ്ങൾ ഉണ്ടാകും. ഇന്ന് രാത്രിയിൽ ദൈവത്തെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ അവൻ അവർ ആർത്ത് വിളിച്ചൊരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി മർക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം അതിന്റെ 41-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. ഹല്ലേലൂയ. ദൈവദാസന്മാർ വായിച്ച് സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു. മർക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം അതിന്റെ 41-ാമത്തെ വാക്യം അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചനമാണ്. സുവിശേഷത്തിലെ യേശുക്രിസ്തുവിന്റെ ഗദരദേശത്തേക്കുള്ള ഒരു യാത്രയും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം അതിന്റെ 41-ാമത്തെ വാക്യം. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. ഹല്ലേലൂയ. ഇവൻ ആര് എന്ന് തമ്മിൽ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇനി എല്ലാവരും എന്നെ നോക്കണം. നിങ്ങൾ ബൈബിളിൽ നോക്കിക്കൊണ്ടിരിക്കരുത്. ആമേൻ. നിങ്ങൾ ഈ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ഈ ഭാഗങ്ങളെല്ലാം ഇത് മാഞ്ഞൊന്നും പോകത്തില്ല. നിങ്ങൾ എല്ലാവരും ഈ എന്നെ ശ്രദ്ധിക്കുക. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആര്? യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിലെ ഏറ്റവും ശക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആമേൻ. യേശു കർത്താവിനെ കുറിച്ച് തന്റെ ശിഷ്യന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഇന്നിവിടെ വായിച്ചത്. ബൈബിൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ മനുഷ്യന് കൊടുത്ത, ദൈവം തന്നെ താൻ വെളിപ്പെടുത്താൻ ദൈവം മനുഷ്യന് കൊടുത്ത ഒരു പ്രേമലേഖനമാണ് ബൈബിൾ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ശുശ്രൂഷിച്ചപ്പോൾ ബൈബിളിനെ കുറിച്ചൊട്ടനേക വാക്കുകൾ, പദങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ബൈബിൾ സമാനതകളില്ലാത്ത പുസ്തകമാണ്. തുല്യം ചെല്ലാൻ മറ്റൊരു ഗ്രന്ഥങ്ങൾക്കും കഴിയാത്ത അളവിൽ ബൈബിൾ അതിന്റെ ഉയർച്ചയിൽ തന്നെ തുടരുന്നു. കാലങ്ങളായി എന്തെല്ലാം മാറ്റങ്ങളാണ് ലോകത്ത് വന്നിട്ടുള്ളത്. കാളവണ്ടി യുഗത്തിൽ നിന്നും കമ്പ്യൂട്ടർ യുഗത്തിലേക്കും, കമ്പ്യൂട്ടർ യുഗത്തിൽ നിന്നും ഹൈടെക് യുഗത്തിലേക്കും മനുഷ്യൻ കടന്നു. മനുഷ്യന്റെ ജീവിതം സൂര്യനിൽ വരെ രാപ്പാർക്കാമെന്ന് മനുഷ്യൻ കണ്ടുപിടുത്തം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രനിൽ ഭൂമിയുള്ളവർ വരെ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ കണ്ടുപിടുത്തം അത്രയ്ക്കും വലിയ ഉന്നതമാകുന്ന അളവിലേക്ക് മാറുമ്പോൾ
ഇതുവരെ മാറ്റമില്ലാത്ത ഒരു സംഭവം ഉണ്ടെങ്കിൽ, ഒരു ഗ്രന്ഥം ഉണ്ടെങ്കിൽ അത് ബൈബിളിന് മാത്രമാണ്. കാരണം മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾക്കൊന്നും മനുഷ്യന്റെ സ്വഭാവത്തിന് മാറ്റം വരുത്താൻ സാധിക്കുന്നില്ല. പക്ഷേ മനുഷ്യന്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തുന്ന ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് ബൈബിളാണ്. ഹല്ലേലൂയ. ബൈബിളിൽ 2 പിരിവുകളുണ്ട്. ഞാൻ ബൈബിളിനെ കുറിച്ച് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ സംസാരിക്കാം. ബൈബിൾ 2 പിരിവുകളാണ്, പഴയ നിയമം, പുതിയ നിയമം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി യേശുക്രിസ്തുവിന്റെ പ്രവചനങ്ങൾ നിരവധിയുണ്ട്. മനോഹരമാകുന്ന 4 സുവിശേഷങ്ങളാണ് പുതിയ നിയമത്തിൽ തന്നിരിക്കുന്നത്. ആ 4 സുവിശേഷത്തിലും യേശുക്രിസ്തുവിന്റെ ജനനം, ജീവിതം, മരണം എന്നിങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആലേഖനം ചെയ്യപ്പെട്ട 4 സുവിശേഷങ്ങൾ. ആ 4 സുവിശേഷത്തിലെ 3-ാമത്തെ സുവിശേഷമാകുന്ന മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് വേദഭാഗം എടുത്തത്. വാസ്തവത്തിൽ ചരിത്രം പഠിച്ചു വരുമ്പോൾ ആദ്യത്തെ സുവിശേഷം എന്ന നിലയിൽ മർക്കോസിനെ കണക്കാക്കപ്പെടുന്നുവെങ്കിലും വിശുദ്ധ വേദ പുസ്തകത്തിനകത്ത് 3-ാമതാണ്, പുതിയ നിയമത്തിൽ 3-ാമതാണ് മർക്കോസിന്റെ സുവിശേഷത്തെ എടുത്ത് കോർത്തിണക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 3-ാമത്തെ സുവിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ 3-ാമത്തെ സുവിശേഷമായിരിക്കുന്ന മർക്കോസിന്റെ സുവിശേഷം യേശുക്രിസ്തുവിനെ ഒരു ദാസനായി പരിചയപ്പെടുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷമാണ് മർക്കോസിന്റെ സുവിശേഷം. 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട, ആലേഖനം ചെയ്യപ്പെട്ട നിരവധി ദൈവത്തിന്റെ വചനങ്ങളുണ്ട്. വചനം, ഞാൻ പറഞ്ഞല്ലോ, ദൈവമാണ്. വചനം എവിടെയെങ്കിലും വീണാൽ അത് ശക്തിയുള്ളതാണ്. അതുകൊണ്ട് വചനം സംസാരിക്കുമ്പോൾ ജനം വചനത്തെ സ്വീകരിക്കുവാൻ വളരെയധികം ഹൃദയ വാഞ്ചയോടെ ദൈവസന്നിധിയിലായിരിക്കുക. ഇന്ന് രാത്രി ദൈവം നിങ്ങളോട് സംസാരിക്കും. ഹല്ലേലൂയ. 4-ാമത്തെ സുവിശേഷം കുറച്ച് ഉപമകൾ, തുടക്കം കുറച്ച് ഉപമകൾ യേശു കർത്താവ് പറഞ്ഞു. അതിനുശേഷം യേശു കർത്താവ് പെട്ടെന്ന് തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, വാ നമുക്ക് അക്കരയ്ക്ക് പോകാം. എവിടേക്കാണ്? ഗദരദേശത്തേക്ക് പോവുകയാണ്. ഇവർ ഒരു യാത്ര പുറപ്പെടുകയാണ്. യേശുവും ശിഷ്യന്മാരും ഗദരദേശത്തേക്ക് കടൽ മാർഗത്തിലൂടെ യാത്ര ചെയ്യുകയാണ്. അന്നത്തെ യാത്രകൾ എന്ന് പറയുന്നത്, ഇന്ന് നാം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് 4 വീലേഴ്സ് ഉണ്ട്, 2 വീലേഴ്സ് ഉണ്ട്, അങ്ങനെ പല വിധത്തിലുള്ള വാഹന സൗകര്യങ്ങൾ നമുക്കെല്ലാവരും ഉണ്ട്. ആകാശത്തിലൂടെയും കടൽ മാർഗത്തിലൂടെയൊക്കെ ഇന്ന് വാഹനങ്ങൾ നിരവധിയാണ്. അന്ന് പക്ഷേ വാഹനങ്ങളായി കഴുതപ്പുറവും മൃഗങ്ങളും ഈ കടൽ മാർഗത്തിലുള്ള ചെറിയ ചെറിയ പടകുകളിലൂടെയുള്ള യാത്രകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ കാലഘട്ടത്തിൽ. യേശു കർത്താവ് ഗദരദേശത്തേക്ക് കടൽ മാർഗത്തിലൂടെ യാത്ര ചെയ്യുകയാണ്. ഈ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, യേശു അമരത്ത് തലചായ്ച്ച് ഉറങ്ങുകയാണ്. പടകിനെ നന്നായി നിയന്ത്രിക്കാൻ അറിയാവുന്ന മുക്കുവന്മാർ കൂട്ടത്തിലുണ്ട്. യേശുവിനെ അറിയുന്നതിന് മുൻപ്, യേശുവിന്റെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ യേശുവിന്റെ ശുശ്രൂഷയെ അനുഭവിച്ച് യേശുവിനെ വിശ്വസിച്ച് മുന്നോട്ടിറങ്ങുന്നതിന് മുൻപ് കടലിനെ കുറിച്ച് അറിയാവുന്നതും കടലിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയ നല്ല പരിചയമുള്ള വ്യക്തികൾ ഈ കൂട്ടത്തിലുണ്ട്. അവർ യാത്ര തുടങ്ങുകയാണ്. അവർ തന്നെ പടകിനെ നിയന്ത്രിച്ച് വളരെ നന്നായി ആ വാഹനം ഓടിച്ച് ആ കടലിന്റെ ആ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ ആ കടലിൽ ഒരു പ്രക്ഷോഭം ഉണ്ടായി. തിരമാലകൾ പടകിന് നേരെ ആഞ്ഞടിച്ചു. മുന്നോട്ടുള്ള ഗമനം സ്റ്റക്കായി പോയി. അവർ സ്വന്തമായി ആ വാഹനത്തെ നന്നായി വളരെയധികം ആ വാഹനത്തെ നിയന്ത്രിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അമരത്ത് തലചായ്ച്ചിരിക്കുന്ന ഉറങ്ങുന്ന യേശുവിനെ അവർ മറന്നുപോയി. അവർ പ്രാണഭയത്തിലായി എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ഉടനെ യേശു കർത്താവ് ആ അമരത്ത് തലചായ്ച്ചുറങ്ങുന്ന യേശു കർത്താവ് പെട്ടെന്ന് എഴുന്നേറ്റു, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. ആ അത്ഭുതം കണ്ടപ്പോൾ ശിഷ്യന്മാർ തമ്മിൽ സംസാരിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ചോദ്യമാണ്, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആര്? ഹല്ലേലൂയ. കൂടെ നടന്ന് ഉപദേശങ്ങൾ അനുസരിക്കുന്ന അല്ലെങ്കിൽ ഉപദേശം കേൾക്കുന്ന, ഉപമകൾ കേൾക്കുന്ന, അത്ഭുതങ്ങൾ കേൾക്കുന്ന ശിഷ്യന്മാർക്ക് പോലും ആശ്ചര്യം ഉണ്ടാകുന്ന രീതിയിലൊരു അത്ഭുതം. ഹല്ലേലൂയ. യേശു ആര്? ഇന്ന് രാത്രിയിൽ കുലശ്ശേരി പട്ടണത്തെ നോക്കി ഇന്ന് രാത്രിയിൽ ഈ ചോദ്യത്തിന്റെ ആൻസറാണ് ഞാൻ പറയാൻ പോകുന്നത്. യേശു ആര്? ഹല്ലേലൂയ. ഞങ്ങൾക്ക് പറയാൻ മറ്റൊരു സുവിശേഷമില്ല, ഞങ്ങൾക്ക് പറയാൻ മറ്റൊരു വ്യക്തിയില്ല, ഞങ്ങൾക്ക് പറയാൻ ഒരേ ഒരു വ്യക്തി, അത് യേശു എന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാനത് പറയുമ്പോൾ എത്ര പേർ ഹല്ലേലൂയ ഉറക്കെ പറയും, യേശുവിനെ ഉയർത്തുവാൻ ധൈര്യമുള്ള, യേശുവിനെ ഉയർത്താൻ തന്റേടമുള്ള, യേശു മാത്രമാണ് ഏക രക്ഷകനെന്ന് ദേശത്തോട് വിളിച്ചു പറയാൻ തന്റേടമുള്ള ദൈവമക്കൾ
ആമേൻ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു യാത്ര, ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയ്ക്ക് സമമാണ്. ഒരു യാത്രയ്ക്ക് ഒരു തുടക്കമുണ്ട്. ആമേൻ. ഒരു യാത്രയ്ക്ക് ഒരു തുടർച്ചയുണ്ട്. ഒരു യാത്രയ്ക്ക് ഒരു ഒടുക്കമുണ്ട്. അല്ലേ? ക്രിസ്തീയ ജീവിതവും അങ്ങനെ തന്നെയാണ്. ഒരു തുടക്കമുണ്ട്, ഒരു തുടർച്ചയുണ്ട്. ആമേൻ ആമേൻ ആമേൻ. ഒരു ഒടുക്കമുണ്ട്. ആമേൻ. തുടക്കം എങ്ങനെയും ആയിക്കൊള്ളട്ടെ, പക്ഷെ നമ്മുടെ എല്ലാ ഒടുക്കം വിജയമായിരിക്കും. ക്രിസ്തീയ ജീവിതത്തിന്റെ കാര്യമാണ് പറയുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ നീ തുടങ്ങിയത് ദാരിദ്ര്യത്തിലായിരിക്കും, രോഗിയായിട്ടായിരിക്കും, പക്ഷെ നിന്റെ ഒടുക്കം നിത്യതയിലായിരിക്കും. ഓ ഖമോ, നിങ്ങൾ മിണ്ടിയില്ല. ഞാൻ വിചാരിച്ച ഒരു സ്തോത്രം പറയുമായിരിക്കും. ഹല്ലേലൂയ. നിന്റെ തുടക്കം വളരെ ദാരിദ്ര്യത്തിലായിരിക്കും. നിന്റെ തുടക്കം ആമേൻ വളരെ ഞെരുക്കത്തിലായിരിക്കും. നീ ഇപ്പോൾ ഭയങ്കര കഷ്ടതയിലായിരിക്കും. നിന്റെ ശുശ്രൂഷ, നിന്റെ ജീവിതം, ആമേൻ, നിന്റെ ഭാവി, ഇതെല്ലാം വളരെയധികം നെഗറ്റീവ് സിറ്റുവേഷനിലൂടെ ആയിരിക്കും പോകുന്നത്. പക്ഷെ നിന്റെ ഒടുക്കം മഹത്വകരമായിരിക്കും. ഓ കമോ, നിന്റെ ഒടുക്കം മഹത്വകരമായിരിക്കും. ഈ ഭൂമിയിൽ നിന്റെ ആയുസ് തീർന്നു പോയാലും മരണത്തിന് നിന്നെ പിടിച്ചു വെക്കാൻ കഴിയാത്തതുപോലെ നീ മരണത്തിന് ഉയർത്തുന്ന ഒരു മഹത്വകരമാകുന്ന വിജയത്തിന്റെ ഒടുക്കം നിനക്കൊണ്ട്. പ്രത്യാശയുള്ളവർ അവൻ നന്നായി കരമടിച്ച് ദൈവത്തെ ആരാധിച്ചാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിനൊരു തുടക്കവും ജീവിതത്തിനൊരു ഒടുക്കമുണ്ട്. ഇതിന്റെ തുടർച്ചയിൽ അറിയേണ്ടവനെ അറിയേണ്ടുന്ന പോലെ അറിഞ്ഞാൽ ജീവിതം അത്ഭുതകരമാകും. ആമേൻ. ഇവിടെയാണ് എന്റെ സന്ദേശമുള്ളത്. അറിയേണ്ടവനെ അറിയേണ്ടതുപോലെ അറിയണം. ആമേൻ. ക്രിസ്ത്യാനിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല, പെന്തക്കോസുകാരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അറിയേണ്ടുന്നവനെ അറിയേണ്ടതുപോലെ അറിഞ്ഞാലേ നിന്റെ ജീവിതം അസാധാരണമാകുകയുള്ളൂ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഏറ്റവും കൂടുതൽ ഞങ്ങൾ സ്നേഹിക്കുന്ന, ഭാഗ്യമെന്ന് കരുതുന്നത് യേശുവിനെ അറിയുന്നത് തന്നെയാണ്. ആമേൻ. എനിക്ക് ഏറ്റവും ഈ ലോകത്തിൽ ലഭിച്ച ഏറ്റവും വലിയ സമ്പാദ്യം എന്റെ ആരോഗ്യമല്ല, എന്റെ മാതാപിതാക്കളല്ല. ആമേൻ. എനിക്ക് കിട്ടിയ വേദികളോ എന്റെ പ്രശസ്തിയോ ഇതൊന്നുമല്ല എന്റെ സമ്പാദ്യം. എന്റെ സമ്പാദ്യം ഈ ആയുസ്സിൽ യേശുവിനെ അറിയാൻ കഴിഞ്ഞതാണ്. ഹല്ലേലൂയ. എനിക്ക് 28 വയസ്സുണ്ട്. ആമേൻ. എന്റെ കൂടെയുള്ള ദൈവദാസന്മാർ പലരും 24, 26, 27, 20, 18 വയസ്സുള്ളവരാണ് എന്റെ കൂടെയുള്ളവർ. ഇവർക്കെല്ലാവർക്കും ഉച്ചത്തോടെ ഞങ്ങൾ വിളിച്ചു പറയും, യേശുവാണ് ഞങ്ങളുടെ അഹങ്കാരം. യേശുവിനെ ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചത് ഒരു ഭാഗ്യമാണ്. ആമേൻ. ബന്ധക്കോസുകാരായിരിക്കുന്ന പല യൗവനക്കാരും ആമേൻ ഞങ്ങളെ പോലെ ശുശ്രൂഷിക്കാൻ ഇറങ്ങാൻ മടി കാണിക്കുമ്പോൾ ഇന്ന് രാത്രിയിലും കുലശ്ശേരി പട്ടണത്തിൽ വന്ന് ധൈര്യത്തോടെ വിളിച്ചു പറയുകയാണ്, യേശു ഏക രക്ഷകനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ലെങ്കിലും എന്റെ ടീം ഇവിടെ സ്തോത്രം പറയുന്നുണ്ട്. ആമേ, എന്റെ ടീം ഇവിടെ കൈയടിക്കുന്നുണ്ട്. ആമേ, ഇന്ന് രാത്രി ഞങ്ങൾ കൈയടിക്കുന്നു, ഞങ്ങൾ സ്തോത്രം പറയുന്നു. എന്തിനാണെന്നറിയോ? ആമേ, അത് നിങ്ങളെ കാണിക്കാനല്ല. ആമേ, ഞങ്ങൾക്ക് നിയോഗം തന്ന യേശു, ആമേ, ഞങ്ങൾക്ക് വേണ്ടി തന്റെ ദൂത സൈന്യത്തെ ഈ ഗ്രൗണ്ടിനകത്ത് ഇറക്കിയിട്ടുണ്ടെന്ന് പൂർണ്ണ ഉറപ്പോടുകൂടി ഇന്ന് രാത്രി നിങ്ങൾ ഹല്ലേലൂയ പറഞ്ഞില്ലേലും, നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ലേലും, നിങ്ങൾ ആമേൻ പറഞ്ഞില്ലേലും, ഞങ്ങൾ സന്തോഷത്തോടെ വചനത്തെ സ്വീകരിക്കും. ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഇവൻ ആര്? കോടാനുകോടി ജനങ്ങൾ ഇന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്, ഇവൻ ആര്? ഈ കുലശ്ശേരി പട്ടണത്തിൽ ഈ ശബ്ദം ചെറിയ ശബ്ദമാണ്, ഒത്തിരി റേഞ്ചിലൊന്നും ഈ ശബ്ദം പോവുകയില്ല. ആമേൻ. ഈ ചുറ്റുപാടുള്ള ഗ്രാമത്തിൽ ഈ ചുറ്റുപാടുള്ള കുടുംബങ്ങളിൽ പല യൗവനക്കാരും ചോദിക്കുന്ന ചോദ്യമാണ്, യേശു ആര്? പലരും ചോദിക്കുന്ന ചോദ്യമാണ്, യേശു ആര്? എന്താണെന്നറിയാമോ? യേശു എന്ന് പറയുന്ന നാമത്തിനകത്ത് അത്ഭുതങ്ങൾ ഇന്നുണ്ട്. യേശു എന്ന് പറയുന്ന നാമം എവിടെ പ്രസംഗിക്കുന്നുവോ അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നു, അവിടെ മാനസാന്തരങ്ങൾ നടക്കുന്നു. മറ്റാർക്കും പറ്റാത്ത വിപ്ലവത്തിന് കാരണമാകുന്ന പ്രസംഗങ്ങളും ആരാധനകളും നടക്കുന്നത് ഇന്നും ദൈവസഭയ്ക്കകത്താണ്. എന്തുകൊണ്ട് യേശുവിനെ പ്രസംഗിക്കുമ്പോൾ ഇത്രയധികം ജനം രൂപാന്തരപ്പെടുന്നു? ഇവൻ ആര്? ഇന്ന് രാത്രിയിൽ ഈ ആര് എന്ന ചോദ്യത്തിന് മറുപടിയാണ് ഇന്ന് രാത്രിയിൽ
കുലശ്ശേരി പട്ടണത്തിനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, യേശു ആര്? യേശു ആര് എന്ന് ചോദിക്കാൻ അവൻ നമുക്ക് ലോകത്തോട് ചോദിക്കാം. യേശു ആരാണ്? ലോകം പറയും അവൻ ക്രിസ്ത്യാനികളുടെ ദൈവമാണ്. യേശു എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ദൈവമല്ല. എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിതരെ, നിങ്ങൾ ആരെങ്കിലും യേശു കർത്താവ് ഒരു ക്രിസ്ത്യാനിയുടെയോ ഒരു ബന്ധക്കോസുകാരന്റെയോ ദൈവമായിട്ട് മാത്രമാണ് നിങ്ങൾ വിശ്വസിച്ചിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ വിശ്വസിച്ചിരിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ചിന്ത തെറ്റാണ്. യേശു എന്ന് പറയുന്നത് ഒരു മതസ്ഥാപകനല്ല. യേശു ഈ ഭൂമിയിൽ വന്നത് മതത്തെ പ്രസംഗിക്കാനോ മതസ്ഥാപനം നടത്തുവാനോ ഒരു പ്രസ്ഥാനം കെട്ടിച്ചമയ്ക്കുവാനല്ല യേശു ഈ ഭൂമിയിൽ വന്നത്. കാരണം യേശു ഈ ഭൂമിയിൽ വന്നത് എന്തിനാണെന്ന് പഠിക്കുമ്പോഴാണ് യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ മാറുന്നത്. യേശു എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്? അതെ, നമ്മുടെ ഭാരതത്തിലെ മുനീവരന്മാർ പാടിയ പാട്ടുകളുണ്ട്. അസത്തോമ സദ്ഗമയ, സമസ്തോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതഗമയ എന്ന് വെച്ചാൽ അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് നയിക്കണമേ, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കണമേ, മരണത്തിൽ നിന്നും ജീവനിലേക്ക് നയിക്കണമേ. നിങ്ങൾ ശ്രദ്ധിക്കുക, ആമേൻ, നമ്മുടെ ഭാരതത്തിലെ മുനീവരന്മാർ ചോദിച്ചത് വെളിച്ചത്തിലേക്കുള്ള മാർഗം, സത്യത്തിലേക്കുള്ള മാർഗം, ജീവനിലേക്കുള്ള മാർഗം. കാരണം സത്യം എന്ന് പറയുന്നത് ഈ ലോകത്തില്ല, വെളിച്ചം എങ്ങുമില്ല. മരണം എല്ലായിടത്തും മൂടിയിരിക്കുന്നു. മരണത്തിൽ നിന്നും എങ്ങനെ ജീവനിലേക്ക് വരാം? ഇവിടെ മുനീവരന്മാർ ചോദിച്ച ചോദ്യമാണ്. ലാഗില കേരളത്തിലുള്ള നമ്മളും ഏറ്റേറ്റ പാട്ടുകൾ പാടി. ഇവിടെ ഇന്നും ആളുകൾ ഇത് തന്നെ അന്വേഷിക്കുകയാണ്. വെളിച്ചം, സത്യം, ജീവൻ, ഇവ മൂന്നും തരാൻ ഇവിടുത്തെ പ്രമാണിമാർക്കോ ഇവിടുത്തെ യാതൊരു സിസ്റ്റത്തിനോ സാധിക്കാതെ വരുമ്പോൾ ഞാൻ ഈ മൈക്കിലൂടെ വിളിച്ചു പറയുന്നു, ഇത് മൂന്നും സമ്മാനിക്കുന്ന ഏക മാർഗമുണ്ടെങ്കിൽ അത് ക്രൈസ്തവ മാർഗമാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാനാണ് സത്യം. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചം, ഞാൻ നിത്യജീവൻ. ഓ കമോൺ, യേശു കർത്താവ് ജീവനാണ്, യേശു കർത്താവ് സത്യമാണ്, യേശു കർത്താവ് വെളിച്ചമാണ്. കേരളത്തിലുള്ളവർ, ഭാരതത്തിലുള്ളവർ പലരും പല പ്രാവശ്യം പാടി 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 ചോദിച്ച ചോദ്യത്തിന് യേശു കർത്താവ് പലസ്തീന്റെ മണ്ണിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഹേ സത്യത്തിൽ നിന്നും അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കുള്ള വഴി നിങ്ങൾ ചോദിക്കുന്നതോ? ഞാൻ പറഞ്ഞു തരാം, അത് ഞാനാകുന്നു സത്യം. ഇന്ന് രാത്രിയിൽ ആ സത്യത്തെ തിരിച്ചറിഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സത്യവഴിയെ തിരിച്ചറിഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു എന്ന് പറയുന്നത് ഒരു മതസ്ഥാപകനല്ല. യേശു എന്ന് പറയുന്നത് ഒരു മാർഗമാണ്. എവിടേക്കുള്ള മാർഗമാണ്? സത്യത്തിലേക്കുള്ള മാർഗം. എവിടേക്കുള്ള മാർഗമാണ്? ജീവനിലേക്കുള്ള മാർഗം. എവിടേക്കുള്ള മാർഗമാണ്? വെളിച്ചത്തിലേക്കുള്ള മാർഗം. ലോകത്തിനോടുള്ള ഒരു മറുപടിയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ലോകം പറയുന്നു യേശു എന്ന് പറയുന്നത് ഒരു മതസ്ഥാപകനാണ്. യേശു കർത്താവ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ദൈവമാണ്. ക്രൈസ്തവ മാർഗം എന്ന് പറയുന്നത്, ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഒരു മതമല്ല പ്രിയമുള്ളവരെ. ക്രിസ്ത്യാനി ആകുക എന്ന് പറഞ്ഞാൽ ഒരു മതത്തിൽ ചേരുക എന്നുള്ളതല്ല. പേരുകൊണ്ടോ മേൽവിലാസം കൊണ്ടോ ജനതത്തിൽ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടോ ഒരുവൻ ക്രിസ്ത്യാനിയാകത്തില്ല. ആഭരണം ഊരിയത് കൊണ്ടോ വെള്ള ഷർട്ട് ഇട്ടത് കൊണ്ടോ മീശ വടിച്ചത് കൊണ്ടോ. ഞാൻ വെള്ള ഷർട്ടല്ല ഇട്ടിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന എന്റെ സുഹൃത്തുക്കൾ, എന്റെ ടീം മെമ്പേഴ്സ് പലരും വെള്ള ഷർട്ടല്ല ഇട്ടിരിക്കുന്നത്. അവൻ വെള്ള ഷർട്ട് ഇടാത്തത് കൊണ്ട് ഞങ്ങൾ ബന്ധക്കോസുകാരല്ലെന്നല്ല. വെള്ള ഷർട്ട് ഇടാത്തത് കൊണ്ട് ഞങ്ങൾ ദൈവദാസന്മാരല്ലെന്നല്ല. വസ്ത്രത്തിനകത്തുള്ള കാര്യം എന്ന് ചിന്തിക്കുന്നവരാണ് ഞങ്ങൾ ഓരോരുത്തരും. പ്രിയമുള്ളവരെ, ഞാൻ ഒരു കാര്യം വിളിച്ചു പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മീശ വടിച്ചത് കൊണ്ടോ വെള്ള ഷർട്ട് ഇടാത്തത് കൊണ്ടോ വെള്ള ഷർട്ട് ഇട്ടത് കൊണ്ടോ ഒരിക്കലും ബന്ധക്കോസുകാരനോ ക്രിസ്ത്യാനിയോ ആകത്തില്ല. ക്രിസ്ത്യാനി ആകണമെങ്കിൽ ബൈബിൾ പഠിപ്പിക്കുന്നു, ക്രിസ്തുവിനെ അനുഗമിക്കണം. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അന്തോക്കയിലുള്ള ദൈവമക്കളെ കളിയാക്കി വിളിച്ചതാണ് ക്രിസ്ത്യാനി എന്ന പേര്. അപ്പോൾ ശക്തി ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. യേശു കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളിലൂടെയും, യേശു കർത്താവ് കടന്നു പോകുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളിലൂടെയും യേശു കർത്താവ് നമ്മെ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക.
ബൈബിൾ പഠിപ്പിക്കുന്നു, തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കുവാൻ യേശു കർത്താവ് തന്റെ ശിഷ്യഗണങ്ങളെ പഠിപ്പിച്ചു. അപ്പോൾ തന്നെ നമ്മയും പഠിപ്പിച്ചു. ആരാണ് ക്രിസ്ത്യാനി? യേശുവിനെ അനുഗമിക്കുന്നവനാണ് ക്രിസ്ത്യാനി. ഹല്ലേലൂയ പറഞ്ഞാട്ടെ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വേദഭാഗത്തിലേക്ക് വരികയാണ്. യേശുവിനെ ആരാണെന്ന് അറിയുവാൻ ലോകത്തോട് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം ലോകം ഇതൊക്കെയാണ് പറയുന്നത്: ക്രൈസ്തവരുടെ ദൈവം, ക്രിസ്ത്യാനികളുടെ ദൈവം, മതപ്രഭാഷകൻ, പ്രവാചകൻ, ഇങ്ങനെയൊക്കെ യേശു കർത്താവിനെ പല പേരുകൾ കൊണ്ട് അറിയപ്പെടുമ്പോൾ യേശു കർത്താവിനെ അറിയാൻ മറ്റൊരു മാർഗമില്ല. അത് വിശുദ്ധ വേദ പുസ്തകം തന്നെയാണ്. വിശുദ്ധ വേദ പുസ്തകം യേശു കർത്താവിനെ വെളിപ്പെടുത്തി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതൊക്കെ പറഞ്ഞതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ പറഞ്ഞു, യേശു കർത്താവ് എന്ന് പറയുന്നത് ഒരു പ്രവചന നിവൃത്തിയാണ്. പ്രവചന നിവൃത്തിയാണ്. യേശു കർത്താവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ പഴയ നിയമത്തിൽ, ബൈബിളിന്റെ 1-ാം പിരിവായിരിക്കുന്ന പഴയ നിയമം എന്ന് പറയുന്ന ഭാഗത്ത് യേശു കർത്താവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ നിരവധിയാണ്. അവൻ എവിടെ ജനിക്കുമെന്ന്, അവൻ എന്ത് ഭക്ഷിക്കുമെന്ന്, അവൻ എന്ത് ഉടുക്കുമെന്ന്, അവൻ എവിടെ ജനിക്കുമെന്ന്, ഏത് ജീനിയോളജിയിൽ, ഏത് വംശാവലിയിൽ യേശു ജനിക്കുമെന്ന്, ഏത് ഗ്രാമത്തിൽ ജനിക്കുമെന്ന്, ഏത് പട്ടണത്തിൽ ജനിക്കുമെന്ന്, ഏതൊക്കെ അത്ഭുതങ്ങൾ നടക്കുമെന്ന്, അവൻ മരിക്കുമെന്ന്, അവന്റെ ശരീരം ദ്രവത്വം കാണത്തില്ലെന്ന്, അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്, ആധിപത്യം അവന്റെ തോളിലിരിക്കുമെന്ന്, മരണത്തിന്റെ അധികാരം അവനിൽ ഉണ്ടാകുമെന്ന് എന്നുള്ള പ്രവചനങ്ങൾ അക്കമിട്ട് യേശു കർത്താവിനെ കുറിച്ച് പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നു. യേശു കർത്താവ് എന്ന് പറയുന്നത് ഒരു പ്രവചന നിവർത്തീകരണമാണ്. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രവാചകനിലും പ്രവചനത്തിലും വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ ഓരോരുത്തരും. ഞാൻ ഏറ്റവും കൂടുതൽ പ്രവചനത്തിൽ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, നിന്നോട് ഏതെങ്കിലും പ്രവാചകൻ എന്തെങ്കിലും പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവചനം ഒന്നും പാഴ്വാക്കാക്കിപ്പോ ആ ദൈവം കളയത്തില്ല. നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളല്ല, അക്കമിട്ട് നടത്തിത്തരാൻ എന്റെ ദൈവത്തിന് കഴിയും. അത് നിന്റെ സമയമോ കാലമോ നിന്റെ പ്രായമോ അതിനൊരു വിഷയമല്ല. ഇന്ന് രാത്രിയിൽ ഞാൻ ഇതിനകത്തിരിക്കുന്ന ചിലരെ നോക്കി ഞാൻ പറയാം, നിന്നോട് പറഞ്ഞിട്ടുള്ള ദൂത് അത് ദൈവത്തിന്റെ ആത്മാവാണ് പറഞ്ഞതെങ്കിൽ അത് ഊഴ് തന്നെയായിരിക്കും. സെക്കരിയാവ് ദേവാലയത്തിനകത്ത് കയറി ധൂപം കാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നു. എന്നിട്ട് സെക്കരിയാവിനോട് പറഞ്ഞു, സെക്കരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. സെക്കരിയാവ് പറഞ്ഞു, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. ആമേൻ എന്ന് പറഞ്ഞ് സെക്കരിയാവ് തലകുലുക്കിയപ്പോൾ അടുത്ത ദൂത്, നിനക്കൊരു മകൻ ജനിക്കും. നോ, അത് ഞാൻ വിശ്വസിക്കത്തില്ല. കാരണം എന്റെ ശരീരം എന്ന ബലഹീനമായി, ഞാൻ വൃദ്ധനായി. വൃദ്ധനായി പോയി, എന്റെ ശരീരം ബലഹീനമാണ്. ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുവാനുള്ള പ്രാപ്തി എന്റെ ശരീരത്തിനില്ല. കേൾക്കുന്ന പുരോഹിതനായിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന സെക്രിയാവെ, പ്രവചനം കേൾക്കുന്ന നീ വിശ്വസിച്ചില്ലേലും വിശ്വസിക്കാത്ത നിന്നെ ഊമയാക്കി പ്രവചനത്തെ നിവർത്തീകരിക്കാൻ എന്റെ ദൈവത്തിന് ശക്തിയുണ്ട്. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചിലർ പ്രവചനം കേട്ട് ദൂതുകൾ കേട്ട് കർണപടങ്ങൾ മന്ദീഭവിച്ചു പോയി. ഇനി എങ്ങനെ എന്റെ ജീവിതത്തിൽ ആ ദൂത് നിറവേറുമെന്ന് വിചാരിച്ച് കരഞ്ഞിരിക്കുന്ന ചിലരെ നോക്കി ദൈവത്തിന്റെ ആത്മാവിൽ അസാധാരണമായി ഞാൻ ദൂത് കൈമാറുകയാണ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. യേശു എന്ന് പറയുന്നത് ഒരു പ്രവചന നിവർത്തീകരണമാണ്. ഹല്ലേലൂയ. ബൈബിളാണ് യേശു കർത്താവിനെ വെളിപ്പെടുത്തി തന്നത്. വിശുദ്ധ വേദ പുസ്തകത്തിനകത്ത് അനുഗ്രഹിക്കപ്പെട്ട ബൈബിളാണ് യേശു കർത്താവിനെ വെളിപ്പെടുത്തിയത്. വിശുദ്ധ വേദ പുസ്തകത്തിനകത്ത് യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒട്ടനേക കാര്യങ്ങളുണ്ട്. ഒത്തിരി പേര് യേശു കർത്താവിനെ കുറിച്ച് ബൈബിളിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. യേശു കർത്താവിനെ കുറിച്ച് ബൈബിളിൽ ഒട്ടനേക ആളുകൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അന്ത്രയോസ് യേശു കർത്താവിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പത്രോസ് യേശു ആരാണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൂതന്മാർ യേശു ആരാണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പീലോത്തോസ് ഉൾപ്പെടെ ഒട്ടനേകം ആളുകൾ യേശു കർത്താവിനെ സ്വന്തമായി വെളിപ്പെടുത്തിയതായി ബൈബിൾ പഠിപ്പിക്കുന്നു. അതായത് ഇവൻ ദൈവപുത്രനാണെന്ന്, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണെന്ന്,
ആമേൻ ആമേൻ സർവ്വജനത്തിനും കൊടുക്കാനിരിക്കുന്ന മഹാ സന്തോഷമാണെന്ന്. അങ്ങനെ ഒട്ടനേകം ആളുകൾ യേശു കർത്താവിനെ യേശു കർത്താവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അഭിസംബോധന ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ബൈബിളാണ് യേശു കർത്താവിനെ മനസ്സിലാക്കാനുള്ള ഏക മാർഗം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവിനെ ദൂതന്മാർ യേശു കർത്താവിനെ കുറിച്ച് പരിചയപ്പെടുത്തി. ആ ഭാഗം ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്തി ഞാൻ പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ്. യേശു കർത്താവിനെ കുറിച്ച്, യേശു കർത്താവ് ആരാണെന്ന് ഒരു ദൂതൻ ഒരു മനുഷ്യനോട് പറഞ്ഞു കൊടുത്തു. ആ ഭാഗം ഇന്ന് രാത്രിയിൽ ദേശത്തോട് വിളിച്ചു പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി ലൂക്കോസിന്റെ സുവിശേഷം, മത്തായി സുവിശേഷം, നായകന്മാരെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. മാർട്ടിൻ ലൂതർ, അദ്ദേഹം ഒരു നവോത്ഥാന നായകനായിരുന്നു. റോമാലേഖനത്തിന്റെ ഒരു ശിഖിലം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തട്ടുകയും അദ്ദേഹം ദേവാലയത്തിനകത്ത് ചെന്ന് ശക്തമാകുന്ന ചോദ്യങ്ങളുടെ വലിയൊരു പട്ടിക നിരത്തുകയും അങ്ങനെ പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ ഉത്ഭവം ഉണ്ടാകുകയും ചെയ്തു. വലിയ നവോത്ഥാനം. പ്രിയമുള്ളവരെ, ലോകത്തിൽ എല്ലായിടത്തും ഒട്ടനേകം നവോത്ഥാന നായകന്മാർ, രക്ഷകന്മാർ അവതരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരുടെ എല്ലാവരുടെയും പ്രത്യേകത, അവർ ഉൾപ്പെടുന്ന സമുദായത്തിൽ അല്ലെങ്കിൽ അവർ ഉൾപ്പെടുന്ന മതത്തിൽ, അവർ ഉൾപ്പെടുന്ന ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ മാത്രമാണ് അവർ രക്ഷ നൽകിയിട്ടുണ്ട്. രക്ഷകൻ എന്ന് പറയുന്ന പേര് തന്നെ അങ്ങനെ തന്നെയാണ്. രക്ഷകൻ എന്ന് പറയുന്ന പേര് ഇവിടുത്തെ ഏതെങ്കിലും ഒരു മനുഷ്യന് കൊടുക്കുമ്പോൾ ആ മനുഷ്യൻ ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം രക്ഷ തന്നവനാണ് എന്ന് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ രക്ഷകന്മാരെന്ന് കരുതുന്ന പലരും ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രമാണ് രക്ഷ തന്നത്. ശാരീരികമാകുന്ന അല്ലെങ്കിൽ മാനസികമാകുന്ന അല്ലെങ്കിൽ മതപരമാകുന്ന രാഷ്ട്രീയപരമാകുന്ന ഏതെങ്കിലും ഒരു നവോത്ഥാനം മാത്രമേ രക്ഷകന്മാർ നമുക്ക് നൽകിയിട്ടുള്ളൂ. പക്ഷേ യേശു അങ്ങനെ ഒരു രക്ഷകനല്ല. ഏതെങ്കിലും ഒരു ഏരിയയിലോ ഏതെങ്കിലും ഒരു മേഖലയിലോ മാത്രം രക്ഷ തരുന്ന ഒരു രക്ഷകനല്ല യേശു കർത്താവ്. യേശു കർത്താവ് തന്ന രക്ഷയ്ക്ക് മറ്റൊരു പ്രധാനപ്പെട്ട അർത്ഥമുണ്ട്. ആ അർത്ഥം മാത്രം പറഞ്ഞ് ഞാൻ ഇന്ന് രാത്രിയിൽ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശു കർത്താവ് ആര് എന്ന ചോദ്യത്തിന് കുലശ്ശേരി ദേശത്തോട് ഞാൻ വിളിച്ചു പറയുന്നു, യേശു കർത്താവ് പാപത്തെ ചുമക്കുവാൻ വന്ന് ലോകത്തിന്റെ പാപത്തെ നീക്കുവാൻ വന്ന് ലോക രക്ഷിതാവാകുന്നു. ഹല്ലേലൂയ. കരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷകൻ എന്ന വാക്കിന് ഡിക്ഷണറിയിൽ, വേൾഡ് ഡിക്ഷണറി മീനിങ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. 5 വിധത്തിലുള്ള മീനിങ് രക്ഷ എന്ന വാക്കിന് അല്ലെങ്കിൽ രക്ഷകൻ എന്ന് പറയുന്ന വാക്കിന് 5 തരത്തിലുള്ള മീനിങ് കൊടുക്കാൻ സാധിക്കും. ഒന്നാമത്തെ മീനിങ് എന്ന് പറയുന്നത് ഡെലിവറൻസ് എന്ന പദമാണ്. 1 ഡെലിവറൻസ്, 2 സെക്യൂരിറ്റി, 3 സേഫ്റ്റി എന്നിങ്ങനെയുള്ള 5 വിധത്തിലുള്ള പദങ്ങളെ ബൈബിളിൽ വേൾഡ് ഡിക്ഷണറിക്കകത്ത് കൊടുത്തിരിക്കുന്നു. ഡെലിവറൻസ്, സെക്യൂരിറ്റി, ഹീലിംഗ്, പ്രിസർവേഷൻ, സേഫ്റ്റി എന്നീ 5 പദങ്ങൾ ഡിക്ഷണറിക്കകത്ത് രക്ഷകൻ എന്ന് പറയുന്ന പദം കൊടുത്തിരിക്കുന്നു. വിടുതലുണ്ട്, സൗഖ്യമുണ്ട്, സുരക്ഷിതത്വമുണ്ട്, സുരക്ഷയുണ്ട്, സംരക്ഷണമുണ്ട്. എന്ന് വെച്ചാൽ സുരക്ഷയും സംരക്ഷണവും രണ്ടും രണ്ടാണ്. സംരക്ഷണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒരാപത്തും തട്ടാതെ വണ്ണം നിങ്ങളെ മറയ്ക്കുക. സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആപത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ നോക്കുക. കമോൺ, ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ എന്ന് വെച്ചാൽ രോഗത്തിന് നിന്നെ തൊടാൻ പറ്റത്തില്ല. അതൊരു സുരക്ഷിതത്വമാണ്. അതൊരു സംരക്ഷണമാണ്. അതായത് പിശാചിന് ഇയ്യോബിനെ നോക്കാൻ കഴിയാതെ വണ്ണം ഇയ്യോബിന് ചുറ്റും സംരക്ഷണത്തിന്റെ വേലി കെട്ടി പിശാചിന്റെ മുമ്പിൽ ദൈവം ഇയ്യോബിനെ സംരക്ഷിച്ചു നിർത്തി. അത് സംരക്ഷണമാണ്. പക്ഷെ സുരക്ഷിതത്വം അങ്ങനെയല്ല. ഇയ്യോബിന്റെ പ്രാണനെ തൊടാതെ വണ്ണം ദൈവം ഇയ്യോബിനെ കാത്തു. അത് സുരക്ഷ.
ആമേൻ, ദൈവത്തിന്റെ രക്ഷയുടെ പ്രത്യേകത, രക്ഷകന്റെ പ്രത്യേകത, അവൻ വിടുതൽ നൽകണം, സൗഖ്യം നൽകണം, പ്രിസർവേഷൻ നൽകണം, ആമേൻ, സുരക്ഷിതത്വം നൽകണം, ആമേൻ, സംരക്ഷണം നൽകണം. ഈ 5 കാര്യങ്ങൾ ആമേൻ രക്ഷകൻ എന്ന് പറയുന്ന ആളുകൾ തരണമെന്നുള്ളതാണ് വേൾഡ് ഡിക്ഷണറി പറയുന്നത്. യേശു തന്ന ആമേൻ രക്ഷയുടെ പ്രത്യേകത എന്താണ്? ആ ഭാഗം ഒന്ന് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. യേശു ആമേൻ തരുന്ന രക്ഷ, അത് രോഗത്തിൽ നിന്നല്ല നമുക്ക് രക്ഷ തരുന്നത്, രാഷ്ട്രീയ സ്വാതന്ത്ര്യമല്ല, രാഷ്ട്രീയത്തിൽ നിന്നുമല്ല രക്ഷ തരുന്നത്, ആമേൻ ഇവിടുത്തെ യാതൊരു സിസ്റ്റത്തിൽ നിന്നുമല്ല യേശു കർത്താവ് രക്ഷ തരുന്നത്. ബൈബിൾ പഠിപ്പിക്കുന്നു, യേശു തരുന്ന രക്ഷ പാപത്തിൽ നിന്നുള്ള രക്ഷയാണ്. ഈ പാപത്തിൽ നിന്നുള്ള രക്ഷ എന്ന് കേൾക്കുമ്പോൾ ആമേൻ പലർക്കും, ഇന്നത്തെ ജനറേഷന് പാപത്തിൽ നിന്നുള്ള രക്ഷ എന്ന് കേൾക്കുമ്പോൾ അതിന് ആമേൻ പറയത്തില്ല. കാരണം ഇന്ന് നമ്മൾ പലരും പാപമെന്ന് ചിന്തിച്ച പലരും ഇന്ന് പാപമല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ, അതിനെന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന ഒരു ജനറേഷന്റെ മുൻപിൽ എത്തി നിൽക്കുന്നു എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. ആമേൻ, പ്രിയമുള്ളവരെ, പണ്ട് നമ്മൾ ചെയ്ത പല കാര്യങ്ങളും, അല്ലെങ്കിൽ 28 വയസ്സുണ്ട് എനിക്ക്, ഞാൻ 90കളിലാണ് ജനിച്ചത്. എന്നാൽ ഒരു 99, 2000-ലൊക്കെ ജനിച്ച കുഞ്ഞുങ്ങൾ ഇന്ന് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരോട് ചോദിച്ചു നോക്ക്, അവർക്ക് നമ്മൾ എന്നെ പോലുള്ള ആളുകൾ പോലും പാപമെന്ന് ചിന്തിച്ച പലരും അവർക്കിന്ന് പാപമല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞാട്ടെ. കാരണം ഇന്നത്തെ നിയമം അങ്ങനെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാത്തിനും സ്വാതന്ത്ര്യം കൊടുക്കുന്ന, എല്ലാത്തിനും അവൻ ഫ്രീഡം കൊടുക്കുന്ന, എല്ലാത്തിനും മൗലിക അവകാശം കൊടുക്കുന്ന, സ്ത്രീ ആൺപെൺ സമത്വം കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. മൗലിക അവകാശം നല്ലതാണ്, സ്ത്രീ സമത്വം നല്ലതാണ്, ഈ സാക്ഷീകരണം നല്ലതാണ്, എല്ലാം നല്ലതാണ്. പക്ഷേ ഒരു അതിര് വിട്ടു പോകുമ്പോൾ പാപമല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ പ്രിയമുള്ളവരെ. ആമേൻ, എന്റെ നിന്റെയും തലമുറകൾ പാപത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് രാത്രിയിൽ ദൈവജനമെ ദൈവവചനത്തിലേക്ക് തിരിയാൻ ദൈവസഭയെ നോക്കി ഞാൻ പ്രവചിക്കുകയാണ്. ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്ത് വന്നു. ആമേൻ, പാപത്താൽ മരണവും ലോകത്ത് വന്നു. എല്ലാവരും ഒന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഏകന്റെ പാപത്താൽ മരണം ലോകത്തിൽ വന്നു. അപ്പോൾ പാപം കാരണമാണ് മരണം ലോകത്തിൽ വന്നത്. എന്താണ് മരണം? വിളിക്കാതെ വരുന്ന ഒരു അതിഥിയാണ് മരണം. അവൻ ലോകത്തിലുള്ള സകലരും അവൻ മരിക്കും. മരണം എന്ന് പറയുന്നതിനെ തുടച്ചു മാറ്റാൻ ലോകത്തിലെ ആർക്കും കഴിയത്തില്ല. ഇവിടെ അവതരിച്ചിട്ടുള്ള രക്ഷകന്മാർക്കാർക്കും അവൻ ദൈവ ജനത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യന്റെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ ഒരു രക്ഷകന്മാർക്കും കഴിഞ്ഞിട്ടില്ല. മരണം എന്ന് പറയുന്നത് ഒരു പിടിച്ചു കിട്ടാൻ കഴിയാത്ത, പിടിച്ചു കെട്ടാൻ കഴിയാത്ത ഒരു വൈറസ് പോലെയാണ്. വിളിച്ചു കയറി അവൻ പറഞ്ഞു വരാത്ത, അല്ലെങ്കിൽ അവൻ വിളിച്ചിട്ട് വരാത്ത ഒരു അതിഥിയെ പോലെയാണ് മരണം എന്ന് പറയുന്നത് എന്ന് പലരും പറയുന്നുണ്ട്. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. മരണം എന്ന് പറയുന്നത് പാപത്തിന്റെ പരിമിത ഫലമാണെങ്കിൽ, പാപം മാറിയാൽ അതിന്റെ അർത്ഥം മരണം നീങ്ങിയെന്നാണ് അതിന്റെ അർത്ഥം. ഇന്ന് രാത്രിയിൽ ആമേൻ പാപത്തിന്റെ രക്ഷകൻ ഇതിനകത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിന്നിൽ നിന്ന് മരണം മാറി എന്നാണ് അതിന്റെ അർത്ഥം. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. യേശു കർത്താവ് പാപത്തിന്റെ രക്ഷകൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മരണം നിന്നിൽ നിന്ന് മാറ്റുവാൻ വേണ്ടിയാണ് യേശു വന്നതെന്നാണ് അതിന്റെ അർത്ഥമെന്ന് ഒരു ദൂത് പറഞ്ഞപ്പോൾ അവൾ അതിനോട് വിസമ്മതിച്ച്, അല്ലെങ്കിൽ അതിനോട് പിറകോട്ട് കാലെടുത്ത് വെച്ച് ആ ദൂതിനെ റിജക്ട് ചെയ്തായിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഒരു ചരിത്രം രേഖപ്പെടുത്തുമായിരിക്കുമെന്ന്. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം വിളിച്ചു പറയാം. ചില ദൂതുകൾ അങ്ങനെയാണ്. ചില സാഹചര്യങ്ങളെ നോക്കിയല്ല ദൂതുകൾ വരുന്നത്. നിന്റെ സാഹചര്യങ്ങൾ ചിലപ്പോൾ നെഗറ്റീവായിരിക്കാം. ആ ദൂത് ചിലപ്പോൾ നടക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുക പോലും ചെയ്യത്തില്ലായിരിക്കാം. പക്ഷെ ചില ദൂതുകളോട് നിങ്ങൾ സാഹചര്യം നോക്കാതെ ആമേൻ പറയാൻ കഴിയുമെങ്കിൽ നീ ഒരു ചരിത്ര വിഷയമാക്കി ദൈവാത്മാവ് മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കുന്നത്.
നിങ്ങളുടെ സാഹചര്യം നോക്കി ആമേൻ ദൈവവേലയ്ക്ക് വേണ്ടി നിങ്ങൾ ഞെരുങ്ങിയിരുന്ന അല്ലെങ്കിൽ ദൈവവേലയ്ക്ക് വേണ്ടി വിതയ്ക്കാതിരുന്നാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തില്ല. ഞാനൊരു കാര്യം വിളിച്ചു പറയാം, കർത്താവിന്റെ വേലയ്ക്കും അങ്ങനെ തന്നെയാണ്. പ്രിയമുള്ളവരെ, ദൈവവേലയ്ക്ക് വേണ്ടി നിങ്ങൾ ഈ അനുഗ്രഹത്തിന്റെ പുറകെ പോകുന്ന ഒരു ലോകമാണ് നമ്മുടെ ലോകം. എങ്ങനെ അനുഗ്രഹിക്കപ്പെടാം? പലരുടെയും അടുക്കൽ ചെന്ന് അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പല ദൈവദാസന്മാരുടെ അടുക്കൽ ഞങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണം, ബാങ്ക് ബാലൻസ് കൂടണം, ആമേൻ, വസ്തു മേടിക്കണം, ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പല സ്ഥലത്ത് ഓടി നടക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷെ അനുഗ്രഹിക്കപ്പെടാൻ ഞാനൊരു വിദ്യ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ദൈവരാജ്യത്തിൽ വിതയ്ക്കുക, ദൈവരാജ്യത്തിൽ വിതയ്ക്കുക. നിങ്ങൾ ദൈവരാജ്യത്തിൽ വിതച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. നിങ്ങളുടെ സാഹചര്യം നോക്കണ്ട, നിങ്ങളുടെ ജീവിതം നോക്കണ്ട. ദൈവരാജ്യത്തിൽ നിങ്ങൾ വിതയ്ക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ദൈവദാസന്മാരെ നിങ്ങൾ ഹോണർ ചെയ്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ദൈവദാസന്മാരെ നിങ്ങൾ ബഹുമാനിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. എത്ര പേർക്ക് മനസ്സിലായി? കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. മനസ്സിലായവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അയ്യോ, ആ പുറകിലിരിക്കുന്ന ആ ദൈവദാസന്മാർക്കൊന്നും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ. ദൈവരാജ്യത്തിന് വേണ്ടി വിതയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ആമേൻ പറഞ്ഞവർക്കെല്ലാം ഒരു സന്തോഷ വാർത്ത. നമ്മൾ ഒരുമിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി വിതയ്ക്കുവാൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ. അതിനുശേഷം ദൈവവചനത്തിലേക്ക് ആമേൻ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുക. ദൈവരാജ്യത്തിന് വേണ്ടി വിതയ്ക്കാൻ വേണ്ടി പോവുകയാണ്. ഈ മീറ്റിംഗ് ആമേൻ ഞാൻ പറഞ്ഞല്ലോ, യൗവനക്കാരായിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ചെയ്യുകയാണ്. ആമേൻ. അതുകൊണ്ട് ഒത്തിരി ആവശ്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ട്. അത് മാത്രമല്ല ആമേൻ, ഞങ്ങൾ എല്ലാ മാസങ്ങളിൽ വിവിധ ഇടങ്ങളിൽ ഞങ്ങൾ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ, ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൈ തുറക്കുക, ദൈവരാജ്യത്തിന് വേണ്ടി വിതയ്ക്കുക. നല്ല നിലത്ത് ആമേൻ വിതച്ചാൽ അവിടെ 100 ബേനി ഫലം കായ്ക്കും. ബൈബിൾ അങ്ങനെയാണ് പറയുന്നത്. നല്ല നിലത്ത് വിതയ്ക്കുക. നല്ല നിലത്ത് ഞാൻ വിതയ്ക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എന്റെ പേഴ്സിൽ നിന്ന് ഞാൻ ഏറ്റവും ആമേൻ കുറഞ്ഞ 10 രൂപ ഞാൻ വിതയ്ക്കുന്നു എന്ന് പറയരുത്. ദയവേത് ആമേൻ നല്ലത് വിതയ്ക്കുക. ഹല്ലേലൂയ. ആമേൻ. പേഴ്സിൽ നിന്ന് ഏറ്റവും വലിയത് ആമേൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിതയ്ക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. അതിനുവേണ്ടി ദൈവദാസന്മാരെ ക്ഷണിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. I'm
ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, ഹല്ലേലൂയ. ഹല്ലേലൂയ. സഹോദരാഴ്ചയ്ക്ക് വേണ്ടി അവസാനം പ്രാർത്ഥിക്കാം. നമുക്ക് ചില കാര്യങ്ങളോട് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് നിർത്തുവാൻ വേണ്ടി പോകുന്നു. ഇവൻ ആര് എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവൻ ആര് എന്ന ചോദ്യത്തിന് ബൈബിളിൽ ദൂതന്മാർ ഉത്തരം പറയുന്നു. ദൂതൻ ഉത്തരം പറയുകയാണ്. യോസേഫിനോട് ദൂതൻ പറയുകയാണ്, ഇവൻ പാപത്തെ, തന്റെ ജനത്തിന്റെ പാപത്തെ രക്ഷിക്കുവാൻ വന്ന രക്ഷകനാകുന്നു. ഹല്ലേലൂയ പറഞ്ഞാട്ടെ പ്രിയമുള്ളവരെ. യേശു ആര്? യേശു രക്ഷകനാണ്. ഏത് രക്ഷകനാണ്? ലോകത്തിൽ ഒത്തിരി രക്ഷകന്മാരുണ്ട്. ലോകത്തിൽ ഒത്തിരി രക്ഷകന്മാരുണ്ട്. രക്ഷകന്മാർ എന്ന് പറയുന്ന പദത്തിന് മറ്റൊരർത്ഥം കൊടുക്കാം. നവോത്ഥാന നായകന്മാർ, അല്ലെ? നവോത്ഥാന നായകന്മാർ, നവോത്ഥാനം നൽകുന്നവരാണ് രക്ഷകന്മാർ എന്ന് പറയുന്നത്. ലോകത്തിൽ ഒട്ടനേകം നവോത്ഥാന നായകന്മാരെ നമുക്ക്